പടം അടിപൊളിയാണ്, കൊള്ളാം. നല്ല പടം, നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. കോമഡി പടമാണ്, നല്ല പടം. ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവി. കോമഡി ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു മൂവി. അതായത് ക്യാരക്ടറാണെങ്കിലും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വിജയരാഘവൻ്റെയും ലുക്കുമാൻ്റെയും ധ്യാനിൻ്റെയും ഈ 3 പേരുടെ ക്യാരക്ടർ എടുത്തു പറയണം. കിട്ടിയ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ മൂവി. വളയാണ് ഒരു മെയിൻ ക്യാരക്ടർ, ആ പേര് പോലെ തന്നെ. നല്ല അടിപൊളി മൂവി, നല്ല ഫാമിലി മൂവിയാണ്, കണ്ടിരിക്കാം. ഒട്ടും ലാഗില്ല, ബോറില്ല, ഒരു രസത്തിലെടുത്തിട്ടുണ്ട്. പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്. ഒരു ഫാമിലി മൂവിയാണ്, നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല രസമുണ്ട്, അടിപൊളി. സ്ക്രിപ്റ്റ് അല്ല, മേക്കിംഗ്, ആ ഒരു ത്രെഡ് നല്ല രസമുണ്ട്. വളരെ ചുറ്റിപ്പറ്റിയിട്ടാണ്. എല്ലാവരുടെയും റോൾസ് ഭയങ്കര സ്പെസിഫൈഡ് ആണ്. വളരെ കറക്റ്റായിട്ടൊരു ആക്യുറസി ഉണ്ട് എല്ലാ കാര്യത്തിലും. എല്ലാവർക്കും അവരവരുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും നന്നായിട്ടുണ്ട്. അത് പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ ആരാണ് ധ്യാനമില്ലെന്ന്. ചിരിയും നടത്തവും വീടിയും ഒക്കെ ഭയങ്കര മാസമായിട്ട് ഞാൻ ലുക്മാൻ ധ്യാൻ കോമ്പിനേഷൻ എല്ലാ റേഞ്ചും അവർ പിടിക്കുന്നുണ്ട്. കുറച്ച് നേരം സ്നേഹമുണ്ട്, കുറച്ച് നേരം ഇടിയുണ്ട്, കുറച്ച് നേരം പക്ക ഫൈറ്റ് ഉണ്ട്. ലാസ്റ്റ് ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. നല്ല സിനിമയാണ്. ഞങ്ങളിതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. നല്ലതാണ്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലതായിരുന്നു. ഓവറോൾ അടിപൊളി. നമുക്കിതിൽ അഭിനയിക്കാൻ പറ്റിയൊരു ഭാഗ്യം. ഞാനൊരു റോൾ ചെയ്തിട്ടുണ്ട്. നന്നായി കാണാം. കുടുംബസമേതം വന്നിട്ട് കാണാൻ പറ്റുന്ന കണ്ടോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ല സ്ഥലത്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ റിയാക്ട് ചെയ്ത് പോയി. സോ ഹാപ്പി. സോ ഹാപ്പി. ധ്യാൻ്റെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് ബിഫോർ. സോ ഹാപ്പി ടു സീ. ശരിക്കും വളരെ ഏത് ത്രില്ലറാണോ കോമഡിയാണോ? ഐ തിങ്ക് എല്ലാം ഉണ്ട് ഇതിൽ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ജോണർ ആയിട്ടില്ല. ഡ്രാമ, ഇറ്റ്സ് മോർ ഓഫ് എ ഡ്രാമ. റൊമാൻസും ഉണ്ട്, ഫൈറ്റും ഉണ്ട്, കോമഡി അത്യാവശ്യം. നല്ല സിനിമ. വള നല്ല രസമുണ്ട്. ധ്യാനും ലുക്കും ശീതളും അബു സലീം കെയും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും വണ്ടർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ്, നല്ല സ്ക്രീൻ പ്ലേ ആണ്, വെൽ ഡിറക്റ്റഡ് ആണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായം? അല്ല, ഇറ്റ്സ് എ ത്രില്ലർ. ഐ ഫെൽറ്റ് ഇറ്റ്സ് എ ത്രില്ലർ. ഒരു ത്രില്ലർ, ഒരു മിസ്റ്ററി റിവീലിംഗ് പോലെ ഒരു ത്രില്ലിംഗ് എലമെൻ്റ് ഉള്ള ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നല്ല പടമാണ്, നല്ല പടം. ഇത് നല്ല പടമാണ് കേട്ടോ. എന്തോ അയ്യോ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലുക്മാൻ ചേട്ടൻ്റെ സ്റ്റാൻഡിനെ കുറിച്ച് അറിയാലോ, ഓൾറെഡി നല്ല മലയാളം നമ്മൾ കണ്ടതല്ലേ. ധ്യാൻ ചേട്ടൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പടം. അയ്യോ രണ്ടും കട്ടക്കിരിക്കുന്നത്. ധ്യാൻ ചേട്ടൻ ഓൾറെഡി പറഞ്ഞു പുള്ളി നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഫസ്റ്റ് പടമാണെന്നുള്ളത്. നന്നായിട്ടുണ്ട്. നായിക വേഷത്തിനെക്കാട്ടി നന്നായിട്ടുണ്ട്. അല്ല നല്ല മൊത്തത്തിൽ നല്ല മേക്കിംഗ് ആണ്. നല്ല മേക്കിംഗ്, നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. വളരെ നന്നായിരുന്നു. നല്ല അഭിനയമായിരുന്നു. ഇതിലുള്ള നായികയായാലും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ വേറൊരു കുറേ നാളുകൾക്ക് ശേഷം പുള്ളി നന്നായിട്ട് അഭിനയിച്ചു എന്ന് തോന്നിയ ഒരു സിനിമ കൂടിയായിരുന്നു. എന്നെ ശരിക്കും ഞെട്ടിച്ചത് വിനീത് ശ്രീനിവാസനായിരുന്നു. പിന്നെ ഫൈറ്റ് അടിപൊളിയാണ്. പിന്നെ കഥ ഒരു നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു പൂർണ്ണത തോന്നിയില്ലായിരുന്നു. ചില ക്യാരക്ടറിന് ഒരു പൂർണ്ണതയില്ല. അതിൻ്റെ ഉള്ള സ്പേസ് കൊടുത്താണെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെൻ്റൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതിനൊരു പൂർണ്ണത കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും കണ്ടിരിക്കാം, ഒരിക്കലും ബോറടിപ്പിക്കില്ല. സെക്കൻഡ് പാർട്ട് അടിപൊളിയാണ്. ശരിക്കും കോമഡി മാത്രമല്ല, അവർ പറഞ്ഞ പോലെയുള്ള ത്രില്ലറും കൂടിയാണ്. കുറച്ച് ത്രില്ലറും കോമഡിയും കൂടി ചേർന്ന് പോകുന്ന ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടു നോക്കും, ഇഷ്ടപ്പെടും എന്തായാലും.
വള കണ്ടിറങ്ങിയതേ ഉള്ളൂ. കാരണം അടിപൊളി സിനിമയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു വള കാരണം പല പല കുടുംബത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വളരെ സങ്കീർണമായിട്ടുള്ള നിമിഷങ്ങൾ ഉൾപ്പെടെ വളരെ നന്നായിട്ട് മുഹാസിൻ അത് സംവിധാനം ചെയ്തിരിക്കുന്നു. ഏറ്റവും ബ്രില്യൻ്റായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും പാട്ടുകളുമാണ്. ഗോവിന്ദ് വസന്ത സാധാരണ എല്ലാ സിനിമകളിലും അദ്ദേഹം ഗംഭീരമായിട്ടുള്ള പ്രകടനം മ്യൂസിക്കിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിലും അത് കാണാം. ഒപ്പം ഇതിലൊരു നിർണായകമായ റോളിലും അദ്ദേഹം വരുന്നുണ്ട്. അതും അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ കണ്ടിട്ടുള്ള ധ്യാൻ ശ്രീനിവാസനല്ല. പലപ്പോഴും പറയും ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ റോൾ ഇങ്ങനെ. പക്ഷേ ഈ സിനിമയിൽ ഞാൻ 101% ഉറപ്പ് തരാം, ധ്യാൻ ശ്രീനിവാസൻ വളരെ ക്ലീനായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. കൂടുതൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ വേണ്ടി അറിയാൻ പറ്റും. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്മാൻ്റെ പെർഫോമൻസ് പറഞ്ഞറിയിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിൽ സസ്പെൻസുകൾ ഒരുപാട് ഒളിഞ്ഞിരിപ്പുണ്ട്. ലുക്മാനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഗംഭീര പ്രകടനം. അതുപോലെ തന്നെ രവീണയും ശീതളും പിന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പെയറായിട്ട് എനിക്കൊന്ന് വർഷങ്ങളുടെ ഇതായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടും വിജയരാഘവൻ സാറും ശാന്തി കൃഷ്ണ മാമും ആദ്യമായിട്ടാണ് ഒരു പെയറിങ് കപ്പിളായിട്ട് ഇതിനകത്ത് വരുന്നത്. അതും ഗംഭീരമായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, സംഗീതം കൊണ്ടും നമ്മുടെ പാട്ടുകൾ കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഒപ്പം അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പടം. ഇതിന് വളക്കി ടിക്കറ്റ് എടുത്ത് നിങ്ങളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ പോയി ആർക്കും തോന്നത്തില്ല. പ്രായഭേദമന്യേ ഒരു ഫാമിലിയിൽ എല്ലാത്തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് വള. ആ ഒരു കോമ്പോസിങ്സ് ഒക്കെ